Hello everyone, welcome back to our YouTube channel School Diaries. ഇന്ന് നമ്മൾ 3ാം ക്ലാസ്സിൻ്റെ മലയാളം സെക്കൻഡ് ടെർമിനൽ എക്സാമിനേഷൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് പരീക്ഷയ്ക്ക് സാധാരണ ഉണ്ടാകുന്നത് പോലെയുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോക്കകത്ത് അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം നമുക്ക് സമയം കളയാതെ നേരെ ചോദ്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ കൂട്ടുകാർ ചെയ്യേണ്ടത് ഉത്തരം സ്വന്തമായിട്ട് എഴുതി നോക്കുക, രക്ഷിതാക്കളുടെ സഹായത്തോടെ മാർക്കുകൾ നോക്കി ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. വായിക്കാം, ഉത്തരം കണ്ടെത്താം. അല്ലേ, നമുക്ക് ആദ്യം ഉണ്ടാകുന്ന ചോദ്യമാണ് ഖണ്ഡിക വായിച്ചിട്ട് ഉത്തരം എഴുതാൻ. ഇവിടെ ഒരു പ്രസംഗമാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അധ്യാപകരെ, സ്വാതന്ത്ര്യത്തിൻ്റെ 77 വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞ ഇന്ത്യയിൽ സ്വതന്ത്ര ഇന്ത്യയിൽ ജീവിച്ചവരാണ് കൂടുതൽ. അതുകൊണ്ടുതന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ വില തിരിച്ചറിയാനും നമുക്കാകുന്നില്ല. അനുഭവമാണ് ഗുരു എന്നല്ലേ ചൊല്ല്. ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രത്തിലെ 1ാം സ്ഥാനത്താണ് മഹാത്മാഗാന്ധി എന്ന ബഹുമാനപൂർവ്വം വിളിക്കുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, ഞങ്ങൾ കുട്ടികളുടെ ബാപ്പു. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഓരോ ദിവസവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രധാന ദിനങ്ങളായിരുന്നു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതിജ്ഞ. അഹിംസയും നിരാഹാരവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ സമരായുധങ്ങൾ. 1948 ജനുവരി 30 നാഥൂറാം വിനായക ഗോഡ്സെയുടെ വെടിയുണ്ടയിൽ ജീവൻ പൊലിഞ്ഞു പോയപ്പോൾ ഒരു യുഗത്തിൻ്റെ പ്രകാശനാളമാണ് കെട്ടത്. ഞങ്ങളുടെ ബാപ്പുവിന് ഒരു പിടി സ്നേഹപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്. അപ്പോൾ ഇതാണ് പ്രസംഗം. അപ്പോൾ ഈ ഒരു പ്രസംഗം വായിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതേണ്ടത്. 4 ചോദ്യങ്ങളാണ് ഉള്ളത്. നോക്കാം. 2024 ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ്? അപ്പോൾ ഈ ഒരു പ്രസംഗം വായിച്ചു നോക്കിയാൽ നമുക്ക് ഉത്തരം കിട്ടും, അല്ലേ? രണ്ടാമത്തെ ചോദ്യം, ഗാന്ധിജിയെ കുട്ടികൾ വിളിക്കുന്നത് എന്താണ്? മൂന്നാമത്തെ ചോദ്യം, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിജിയുടെ ഏതു തരം കൃതിയാണ്? അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ പ്രസിദ്ധമായ പ്രതിജ്ഞ എന്താണ്? അപ്പോൾ ഇതാണ് 5 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇനി പ്രവർത്തനം 2ലേക്ക് പോകാം. 5 മാർക്കിൻ്റെ ചോദ്യം തന്നെയാണ്. രമ്യ അവളുടെ സ്കൂളിൽ നടന്ന ഒരു പ്രദർശനത്തിൽ കുറേ കൃഷിപ്പണിക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ ചിത്രങ്ങളും പേരുകളും ബോർഡിൽ എഴുതിയത് കണ്ടു. ബോർഡിലെ പേരുകൾ വായിക്കൂ. കൈക്കോട്ട്, അരിവാള്, കലപ്പ, ട്രാക്ടർ. അപ്പോൾ ഇതാണ് ചോദ്യത്തിൻ്റെ ആദ്യ ഭാഗം. അപ്പോൾ കൃഷിപ്പണിക്ക് ഉപയോഗിക്കുന്ന കുറച്ച് ഉപകരണങ്ങളുടെ പേരുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കാം. അതിൽ ഒന്നാമത്തെ ചോദ്യം, കൃഷി ഉപകരണങ്ങളുടെ പേരുകൾ അക്ഷരമാലാ ക്രമത്തിൽ എഴുതുക. അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് അക്ഷരമാലാ ക്രമത്തിൽ എഴുതേണ്ടതെന്ന്. അപ്പോൾ ഈ 4 എണ്ണത്തിന് അക്ഷരമാലാ ക്രമത്തിൽ ഒന്ന് എഴുതാം. രണ്ടാമത്തെ ചോദ്യം, കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു പഴഞ്ചൊല്ല് എഴുതുക. കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു പഴഞ്ചൊല്ല്, നമ്മൾ ഒരുപാട് പഴഞ്ചൊല്ലുകൾ പഠിച്ചിട്ടുണ്ട്, അതിലേതെങ്കിലും ഒന്ന് എഴുതുക. അടുത്ത ചോദ്യം, നെൽകൃഷിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ കണ്ടെത്തി പദസൂര്യൻ പൂർത്തിയാക്കുക. അപ്പോൾ അവിടെ നെൽകൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദസൂര്യൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വാക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പദസൂര്യൻ പൂർത്തിയാക്കുക. ഈ 3 ചോദ്യങ്ങളും എഴുതി കഴിഞ്ഞാൽ 5 മാർക്ക്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പ്രവർത്തനം. ഇനി മൂന്നാമത്തെ പ്രവർത്തനം നോക്കാം. വേനൽ അനുഭവക്കുറിപ്പ്. 5 മാർക്കിൻ്റെ ചോദ്യം തന്നെയാണ്. പൊള്ളുന്ന ചൂടാണ്, ചെറിയൊരു അക്ഷര തെറ്റ് വന്നതാണ്. ചുട്ടുപൊള്ളുന്ന ചൂട് സഹിക്കാൻ വയ്യാതായി. ഈ വേനൽക്കാലം എങ്ങനെയെങ്കിലും തീർന്നാൽ മതി. പുറത്തിറങ്ങി കളിക്കാനും വയ്യ. മീനു ദേഷ്യത്തോടെ പറഞ്ഞു. മീനുവിന് വേനൽക്കാലം ഇഷ്ടമല്ല. നിങ്ങൾക്കോ? നിങ്ങളുടെ വേനൽക്കാല അനുഭവക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഒരു അനുഭവക്കുറിപ്പ് നമ്മൾ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഈ ഒരു പ്രവർത്തനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേനൽക്കാലത്ത് അനുഭവക്കുറിപ്പ് തയ്യാറാക്കാനാണ് ഈ ഒരു ചോദ്യത്തിൽ പറയുന്നത്. അപ്പോൾ 5 മാർക്കാണ്. നിങ്ങൾ വേനൽക്കാലവുമായി ബന്ധപ്പെട്ട എന്ത് അനുഭവവും നിങ്ങൾക്ക് തയ്യാറാക്കി എഴുതാവുന്നതാണ്. നാലാമത്തെ പ്രവർത്തനം നോക്കാം. കളി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളിയെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ അതിൽ ഉൾപ്പെടുത്തേണ്ട എന്തൊക്കെയാണ്? കളിയുടെ പേര്, കളി രീതി, അതുപോലെ തന്നെ കളിയിലെ
നിയമങ്ങൾ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ആദ്യ കുറിപ്പിൽ ഉൾപ്പെടുത്താം. ഇതിനും 5 മാർക്കാണ്. അടുത്ത 5ാമത്തെ ചോദ്യം, പാചകക്കുറിപ്പ് തയ്യാറാക്കുക. മീനു സ്കൂളിലേക്ക് അവളുടെ പ്രിയപ്പെട്ട പലഹാരമായ ജിലേബി കൊണ്ടുപോയി. കൂട്ടുകാർക്കൊക്കെ കൊടുത്തു. ജിലേബി കഴിച്ചുകൊണ്ടിരിക്കെ അവ ഉണ്ടാക്കുന്ന വിധം അവൾ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുത്തു. നിങ്ങൾക്കിഷ്ടമുള്ളൊരു പലഹാരത്തിൻ്റെ പാചകക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ഒരു പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ഈ ചോദ്യങ്ങൾ ഭൂരിഭാഗവും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ്. അപ്പോൾ കൂട്ടുകാരൊക്കെ എന്ത് ചെയ്യുക, നന്നായിട്ട് പരീക്ഷ എഴുതുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ഉത്തരം ഇതിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ കൂട്ടുകാരൊക്കെ എന്ത് ചെയ്യുക, നന്നായി ചോദ്യം വായിച്ച് ഉത്തരം നന്നായിട്ട് എഴുതി നിങ്ങൾക്ക് കിട്ടിയ മാർക്കൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.